നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മാപ്പ് വെറുതെ അങ്ങ് പറഞ്ഞാ പോരാ, സാഷ്ടാംഗ പ്രണമിച്ച് എല്ലാരോടും മാപ്പ് പറയണം. അല്ലേ പ്രസിഡന്റ്? ഞാനിതിനോട് യോജിക്കുന്നില്ല ശാന്തപ്പേട്ട. തെറ്റ് ചെയ്താൽ മാപ്പ് പറയണം, അതൊരു കീഴ്വഴക്കമാ. അച്ഛനല്ല മാപ്പ് പറയേണ്ടത്, ഞങ്ങളെല്ലാം ചതിച്ച് ഇവിടെ നിൽക്കുന്ന ഇവനാ മാപ്പ് പറയേണ്ടത്. അതേടാ, ഞാൻ ചതിച്ചു. അതിന് കാരണം മാഷ. പ്രസിഡന്റ്, ഞാനും ശ്രേയാമ്മയോടും കല്യാണം കഴിക്കാൻ പോകുന്നറിഞ്ഞ് ഭീഷണിപ്പെടുത്തി മറ്റൊരു കല്യാണത്തിന് നിർബന്ധിച്ചോണ്ടിരിക്കുക. മാഷിന്റെ ഇഷ്ടങ്ങൾ എന്നെ അടിച്ചേൽപ്പിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് എന്റെ ഇഷ്ടങ്ങളില്ലേ പ്രസിഡന്റ്? എനിക്ക് ജീവിതത്തിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അത് ശ്രേയാമ്മയുടെ കൂടെ മാത്രമായിരിക്കും. ഇതൊക്കെ പ്രസിഡന്റ് നിങ്ങളോട് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാ ഇവര് വിളിച്ചപ്പോ ഞാൻ കൂടെ വന്നേ. പ്രസിഡന്റ്, മാഷ് അരവിന്ദന്റെ കാൽക്കൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ ഒറ്റൊരുത്തരെ ഇവിടെ നിന്ന് വിടില്ല. ബാലമാമയല്ല പ്രസിഡന്റിനെ വിളിച്ച് പരാതി പറഞ്ഞത്, ഞാനാ. ആ, അത് പ്രസിഡന്റ് അറിയാലോ. പറയാനുള്ളത് എന്നോട് പറ. നിന്നോട് എന്തിനു പറയണം? ബാലമാമനല്ല മാപ്പ് ചോദിക്കേണ്ടത്, ഞാനാ. ചാരുമോളെ, നീ എന്തിനാ മാപ്പ് പറയുന്നത്? ബാലമാമ പ്ലീസ്. മോൾ ആരുടെയും കാലിൽ വീഴാൻ പോണ്ട. മാപ്പ് പറയാതെ ഒരുത്തന് ഈ കരയോഗത്തിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. ഈ കരയോഗമുണ്ടല്ലോ, ഇത് കൊലയോഗമായി മാറും. ഭീഷണിയാണോ? ആരും മാപ്പ് പറയാൻ പോകുന്നില്ല. ആ പ്രസിഡന്റ്, ഒരു പെൺകുട്ടിയായി എനിക്ക് നീതി വേണം. എന്റെ ജീവിതം ഇവരൊക്കെ ചേർന്ന് ഇല്ലാതാക്കാൻ നോക്കിയത്. മാഷെ, ഈ പെൺകുട്ടി പറഞ്ഞു കേട്ടല്ലോ, ന്യായം അവരുടെ ഭാഗത്താ. മാഷ് മാപ്പ് പറഞ്ഞേ പറ്റൂ. ഞാൻ മാപ്പ് പറഞ്ഞോളാന്ന് പറഞ്ഞില്ലേ? സൂപ്പർ, നല്ലൊരു മരുമോളായ ഇങ്ങനെ വേണം. മാമന്റെ തല കുനിയാതെ നോക്കണം. ഇവള് പറഞ്ഞൊന്നും നമുക്ക് കേൾക്കേണ്ട കാര്യമില്ലല്ലോ. മാഷിനോട് തന്നെ മാപ്പ് പറയാൻ പറ അരവിന്ദേ. വേണ്ടമ്മായി, അവളായിട്ട് തന്നെ വന്നതല്ലേ. ഓക്കെ, ബാലമ്മാമന് വേറെ നീ മാപ്പ് പറയല്ലോ. എന്നാ പറ. ഞങ്ങള് ചെയ്ത തെറ്റായി പോയെങ്കില് എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. നീ മതിയോ? ഇങ്ങനെയല്ല ചാരു മാപ്പ് ചോദിക്കേണ്ടത്. മാപ്പ് ചോദിക്കേണ്ടത് ശ്രേയാമ്മയോടത്തോടാ. കല്യാണം തീരുമാനിച്ച് നാട്ടുകാരെ വിളിക്കാനും തുടങ്ങി. ആ സമയത്ത് കല്യാണം മുടക്കാൻ നോക്കിയില്ലേ? അതും അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ്. അപ്പൊ ശ്രേയാമ്മയുടെ ഒരു അതിജീവിതയാ. അതുകൊണ്ട് മേഡത്തിന്റെ കാല് പിടിച്ച് മാപ്പ് പറ. നിർത്തുന്നുണ്ടോ? ആരെങ്കിലും പിടിച്ചു മാറ്റി. നിർത്ത്, നിർത്ത്, നിർത്ത്. ആകാശേ, പറഞ്ഞേ നിർത്തടാ. ഞാൻ കാരണമാണല്ലോ ഈ ഫ്രോഡ് ഭൂമിയിൽ ജനിച്ചു വീണെന്ന് ഓർക്കുമ്പോ എനിക്ക് ലജ്ജ തോന്നുക. ഇവനെ പോലെ ഒരുത്തരും ജന്മം കൊടുത്തതിന് ഞാൻ എല്ലാവരോടും വേണ്ട, ഞാൻ മാപ്പ് പറഞ്ഞോളാം. ചാരു, നീ എന്തിനാ മാപ്പ് പറയുന്നേ? തെറ്റിയാതെ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ. മാപ്പ് പറയാതെ ഒരുത്തരും ഇതിനകത്ത് പുറത്തു പോവില്ല. ദാ, നിന്റെ ജീവിതം നന്നായിരിക്കാൻ വേണ്ടിയാ ചാരു ഇതൊക്കെ ചെയ്തത്. അതിനുള്ള ശിക്ഷയാണോ ഇത്? ആകാശേ, അതെന്ത് വർത്തമാനോ? എന്റെ മോളെ കല്യാണം കഴിച്ച അരവിന്ദന്റെ ജീവിതം നശിച്ചു പോകുന്നല്ലേ അതിന്റെ അർത്ഥം? എന്റെ മോളെ കല്യാണം കഴിക്കണമെങ്കിലേ അതിനും വേണം ഒരു ഭാഗ്യം. എന്റെ മകളുടെ ജീവിതം തകർക്കാൻ നോക്കിയ ചാരു മാപ്പ് പറയുന്നുണ്ടോ ഇല്ലയോ? ഇല്ല,
ചാരു മാപ്പ് പറയില്ല. അക്കുച്ചേട്ടാ പ്രശ്നം വേണ്ട, മാപ്പ് പറയുന്നില്ല, എനിക്ക് കുഴപ്പമില്ല. വേണ്ട ചാരു. അക്കുച്ചേട്ടാ പ്ലീസ്, ഇതിങ്ങനെ തീരുവാണെങ്കിൽ തീരട്ടെ. എല്ലാവരോടും മാപ്പ്. അങ്ങനെ പൊതു മാപ്പ് പറ്റില്ല. എന്റെ ഭാര്യയാവാൻ പോകുന്ന ശ്രേയാ മേഡത്തിന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. ചാരു വേണ്ട, കണ്ടവരുടെ കാലിലൊന്നും വീരാൻ ഞാൻ സമ്മതിക്കില്ല. ഇവള് മാപ്പ് പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ അമ്മയുടെ വിരട്ടൊന്നും എന്നോട് വേണ്ട. നീ വാ ചാരു. അക്കുച്ചേട്ടാ ഞാൻ പറയുന്ന കേൾക്ക്, പ്രശ്നം വലുതാക്കണ്ട. എന്തായാലും നനഞ്ഞില്ലേ, ഇനി കുളിച്ചു കയറാം. അക്കുച്ചേട്ടൻ എന്നെ തടയരുത്. എന്താ നോക്കി നിൽക്കുന്നേ? മാപ്പ് പറയടി. ഇന്നെന്റെ നെഞ്ചിലെ തീയിൽ വീണു പണ്ടത്തെ സ്വപ്നങ്ങൾ വെണ്ണീറായി. ബന്ധങ്ങൾ കൽക്കുരിശിൽ ജന്മങ്ങൾ പിടയും കഥയായി. ബന്ധങ്ങൾ കൽക്കുരിശിൽ ജന്മങ്ങൾ പിടയും കഥയായി. കണ്ണീരാറ്റിൽ ചാഞ്ചാടി